സിനിമയിലേക്കുള്ള ഒരു എൻട്രിക്ക് ഒരു സഹായം എന്ന് പറയുന്നത്? സിനിമയിലേക്കുള്ള എൻട്രിക്ക് സഹായം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ലുക്ക് കുറച്ച് തന്നിട്ടുണ്ടല്ലോ എനിക്ക് വരാനായിട്ട്. അച്ഛനെ പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ നേരെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവാനോ അതിനൊക്കെ. അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. എന്റെ അനിയന് കൊടുത്തില്ല, എനിക്ക് പകരം വീടും അതവരെ എഴുതി വാങ്ങിച്ചു. കൊടുത്തുള്ളൂ. അല്ല, ഞാൻ ഇത് തമാശയായിട്ട് പോണെങ്കിലും ഞാൻ ചോദിച്ച അച്ഛൻ്റെ ഒരു റെക്കമെൻഡേഷൻ, ഇപ്പൊ എന്റെ മോനാണ് ഒരു സിനിമയിലേക്ക് അങ്ങനെയൊക്കെ ഒരു കത്തൊക്കെ എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ശനിചേട്ടൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അല്ല, ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും പറയണ്ടോ, അല്ല അച്ഛൻ ഒന്ന് നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. അച്ഛൻ അങ്ങനെ ചെയ്യൂല എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് പിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛൻ്റെ അടുത്ത്. എന്നെ സൗബിക്കയും ഗണുവൊക്കെ വിളിച്ചതാ മഞ്ഞുമ്മലിലേക്ക്. അതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ റാഫി മെക്കാട്ടിൻ ആ പടമാണ്. എനിക്കത് ജീൻ ചേട്ടനാണെന്നാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് അന്ന്. ലമിൻസി കപൂർ. അത് ഞാൻ അവിടെ ചെന്നപ്പോ ലൊക്കേഷൻ ചെന്നപ്പോ എന്നെ കണ്ടിട്ട് അച്ഛന്റെ ചെറുപ്പം ചെയ്യാൻ ഒരാളെ വേണം. അപ്പൊ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ സിനിമ മാലിക്കിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിക്കിന്റെ ഓഡീഷൻ നടക്കണ്ടായിരുന്നു. ഞാൻ എന്റെ ചേട്ടനുണ്ട് കുവൈറ്റിലുള്ള, പുള്ളി എനിക്ക് ഇത് അയച്ചു തന്നു, സലീംകുമാറിന്റെ ചെറുപ്പം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മറ്റേ ഓഡീഷൻ ഞാൻ അയച്ചു കൊടുത്തു, മെയിൽ അയച്ചു, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മെയിൽ അയച്ചു. അങ്ങനെ അവരൊരു 5 പേരെ സെലക്ട് ചെയ്ത് 5 പേരിൽ ഞാൻ ഉണ്ടായിരുന്നു. 5 പേര് ഞാൻ എന്നെ വേറെ പിൻവാതിൽ നിയമനം വഴി എന്നെ വേറെ വിളിച്ചവര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സലീംകുമാറിന്റെ റോള് ചെയ്യാനായിട്ട് ഒരാള് വേണം, അപ്പൊ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. മഹേശ്വറിന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ മറ്റേ സ്ഥലത്ത് എന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ തന്നെയാണ് പിന്നെ ഇപ്പുറത്തെ വഴി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ മഹേഷിനടുത്ത് പറഞ്ഞു വേറെ പയ്യനും കൂടി ഉണ്ട്, അവരെ നമ്മള് വെച്ചിട്ടുണ്ട്. മഹേഷേട്ട വിളിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. മാലിക്കാണ് ഗണുവിന് ശ്രീരാഗട നമ്മുടെ അസോസിയേറ്റ് മഞ്ഞന്മല്ല പുള്ളി കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് പയ്യൻ എന്ന് പറയുന്നത്. ഗണുവിനെ പറ്റി ഒരു ഞാനൊരാളെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പോലും ഗണുവിന് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ അത് കാണിച്ചു കൊടുത്തിട്ടാണ് എന്നെ മഞ്ഞുമല്ലേക്ക് വിളിക്കുന്നത്. അങ്ങനെ മഞ്ഞുമല്ലേക്ക് വരുന്നത്. അവിടുന്ന് ഇവിടം വരെ എത്തി അല്ലേ? ഇനി തുടർന്നുള്ള യാത്ര നല്ല വഴിവെട്ടി അങ്ങ് പോട്ടെ. അങ്ങോട്ടാ പിടിച്ചേക്കണ. അല്ല, നമ്മള് സ്വന്തം വഴിവെട്ടി എങ്ങനെ യാത്ര ചെയ്യും? സ്വന്തം വഴിയൊന്നും വെട്ടിയൊന്നുമല്ല. അച്ഛൻ വഴിവെട്ടി പോകുമ്പോ അതിന്റെ കൂടെ പോയി അവിടെ സൈഡിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയാണ്. സൗബിക്ക് ഞാൻ പരിചയപ്പെടുന്നത് അച്ഛൻ മ്യാവ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട്, ഞാൻ മണ്ടം പ്രേമ പടത്തിന്റെ ഷൂട്ട്, അങ്ങനെയാണ് സൗബിക്കൊക്കെ എന്നെ അറിയാവുന്നത്. അപ്പൊ അച്ഛന്റെ മകൻ എല്ലാവരും സൗബിക്ക് ഒരു പക്ഷെ എന്നെ അറിയില്ലായിരിക്കും. ഇപ്പൊ അത് അങ്ങനെയാണല്ലോ, അച്ഛന്റെ ആ വഴി തന്നെ വന്നത്. തീർച്ചയായിട്ടും എല്ലാം നല്ലതിന് തന്നെയാണ്. എന്ത് സംശയിക്കണം? ചോദ്യം എന്താണെന്ന് ഞാൻ ആയിട്ടില്ല, വിട്ടുള്ള എനിക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു ബാലു, കിട്ടേണ്ടതെല്ലാം എനിക്ക് കിട്ടി. അത് കുഴപ്പമില്ല. 10 സെക്കൻഡിന്റെ കട്ട് പുള്ളി മനസ്സിൽ പോയിട്ടുണ്ടാവില്ല. കട്ട് ചെയ്തോണ്ട് ഒന്നുമില്ല. നല്ല നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലോ, ഒരു ഭയമില്ല, നല്ല ധൈര്യത്തോട് സംസാരിക്കും. ഞാൻ കാണുന്നത് പറഞ്ഞിട്ട് പുള്ളി തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മൊത്തം ട്രോൾ എനിക്കത് അങ്ങോട്ടല്ലല്ലോ, ഇത് എപ്പോഴും ഉള്ള രോഗി എപ്പോ ഇരുന്നാലും ഉള്ള നമുക്കുള്ളതാണ്, നമുക്ക് തരുന്നതാണ്. സ്നേഹം കൊണ്ടല്ലേ ഇത്? അതുകൊണ്ടാ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ട് സ്നേഹം കൊണ്ടാണ്. അത് അവരുടെ കുഴപ്പം. കേട്ടില്ലേ, ബാലു ഉണ്ടല്ലോ, ബാലു എന്നോട് ആത്മാർത്ഥമുള്ള സ്നേഹം. അയ്യോ, എന്തോ നല്ലത് വരായിരിക്കും അത്.